കാരണം ഈ സെയിം പ്രോസസ് ആയിരുന്നു, ഇതിനകത്ത് നിങ്ങൾ എടുക്കുന്ന പ്രോസസ്സ് രണ്ടും സെയിം ആയിരുന്നു. എന്നാൽ ഈ രണ്ടിന്റെ കണക്ഷൻ നിങ്ങളുടെ കുടുംബത്തിലോട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മാത്രം ചുറ്റിപ്പിടിച്ച് കിണഞ്ഞ് വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ. സാർ സാർ പിന്നെ എൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് സാർ ഇപ്പോൾ സ്റ്റോക്ക് പോകുന്നുണ്ട്, ഇവിടെ നടക്കാനോ പോകാനോ പിടിക്കാനൊന്നും ആവില്ല സാർ. ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. ബാംഗ്ലൂർ കൊടുത്തത്? അതെ, 2 കൂപ്പൺ എടുത്തു, ഒന്ന് മാനന്തവാടി ഒന്ന് ബാംഗ്ലൂർ, 2 കൊടുത്തു. എന്നിട്ടിപ്പോ ജിമ്മി കിട്ടിയോ? ഇല്ല, ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്, തിങ്കളാഴ്ച. വാഹനായിട്ട് വാങ്ങണോ പൈസ ആയിട്ട് വാങ്ങണോ? എനിക്ക് പൈസ ആയിട്ടാ വേണ്ട. അപ്പൊ അതിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിരുന്നു, നോക്കി നിങ്ങൾ കണ്ടു തോന്നുന്നു, എനിക്ക് റീഡ് ചെയ്ത് തോന്നുന്നു. ഹലോ, 5 മിനിറ്റ്, എന്റെ ഫോണ് ഓഫാണല്ലോ, ഫോൺ 1% ഉള്ളൂ, ഞാൻ 10 മിനിറ്റ് വിളിക്കാം. പാണ്ടിക്കാട് കുഞ്ഞന്റെ നേതൃത്വത്തിൽ വയനാട്ടിലും കൂർഗിലുമായിട്ട് അരങ്ങേറിയത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ. എന്നാൽ അവർ നമുക്ക് മുന്നിലേക്ക് കാണിച്ചിട്ടുള്ള ഫിഗർ മറ്റൊന്നാണ്. വ്യക്തമായ തെളിവുകളും വ്യക്തമായ ഓഡിയോ ക്ലിപ്പുകളും ആ തട്ടിപ്പിന്റെ A to Z കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നതായിരിക്കും. ഇന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു തട്ടിപ്പ്, അതായത് 27-ാം തീയതി ഞറുക്കിടാനിരുന്ന ഒരു തട്ടിപ്പിന്റെ വീഡിയോയും ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിന്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ തട്ടിപ്പിന്റെ ആദ്യം നമ്മുടെ കുഞ്ഞാന്റെ വക തന്നെ ആയിരുന്നു. അതായത് ഈ ടാങ്കിനകത്തേക്ക് കുത്തിക്കിടന്ന് കമിഴ്ന്ന് കിടന്നിട്ട് ചാപ്പിയുടെ കാർഡും പൊക്കി എടുത്തോണ്ട് മുകളിലേക്ക് വരുന്ന ഒരു രംഗം ഉണ്ടല്ലോ, വരാലിനെ കടിച്ചോണ്ട് മുങ്ങി വരുന്ന ഒരു നീന്തൽ സമർത്ഥനെ പോലെ മുകളിലേക്ക് വന്നത് വിളിച്ചു പറഞ്ഞ് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൊളിയുകയും ചെയ്തു. ഇവര് കൊണ്ടുവന്ന ചാപ്പി എന്ന് പറയുന്ന വ്യക്തി ഈ അൻവർ എന്ന് പറയുന്നത്, അതായത് നാസറിന്റെ മകനായ അൻവറിന്റെ കൂട്ടുകാരനാണെന്നും ഇവരുടെ അമ്മ വീടിന്റെ അയൽക്കാരനാണെന്നും ഇവന് ഓളോബ്രിക്സിന്റെ അല്ലെങ്കിൽ കട്ട കമ്പനി അല്ല, പകരം സ്വർണ്ണക്കടയിൽ ജോലി ചെയ്യുകയാണെന്നും വ്യക്തമായ തെളിവുകൾ പല വ്യക്തികൾ, അതായത് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഫൈസൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കേരളത്തിലകത്തുള്ള ഹൈദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും വ്യക്തമായ തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അവനൊന്നും ഉത്തരവില്ല. ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമില്ലാത്ത കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ വാ തുറക്കായിരുന്നല്ലോ, നിനക്കൊക്കെ ഉത്തരം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ പല വീഡിയോ ചെയ്യുന്നവരും വ്യക്തമായ തെളിവുകൾ വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ നമുക്ക് തരുന്ന പ്രതികരണം ഉണ്ടല്ലോ, വെറും വായ്ത്താളം മാത്രം. നിങ്ങൾ പറ്റിച്ചിട്ടുള്ള ആരൊക്കെയാണെന്നറിയോ? ആ പറ്റിപ്പ് ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പ് ഞാനത് വെക്കുന്നുണ്ട്. അതായത് സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുന്ന വ്യക്തി 1000 രൂപയ്ക്ക് ഒരു വീട് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വന്ന് ടിക്കറ്റ് എടുത്തേ. അവനെ പോലെ സ്ട്രോക്ക് വന്നവനും വയ്യാതെ കിടക്കുന്നവനും വീടില്ലാത്തവനും വീട്ടുകാരില്ലാത്തവനും കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവൻ വരെ നിന്റെയൊക്കെ കാണിച്ചിട്ടുള്ള ഓഫറിനകത്ത് വന്ന് മലനടിച്ച് വീണ്. ഇത് ചെയ്തിട്ടുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇനി ചെയ്യാൻ പോകുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട്. എടാ, നിനക്കൊക്കെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേന് നമുക്കറിയാം നിനക്കൊക്കെ എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ടെന്ന്. ലക്ഷക്കണക്കിന് വ്യൂസ് ഉള്ള നീയൊക്കെ 1.5 വെച്ച് ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എത്ര കിട്ടുമെന്നുള്ളത്. അതൊന്നും പോരാഞ്ഞിട്ട് കണ്ടവനെ ഊമ്പിച്ചു ഉണ്ടാക്കുന്ന പൈസ വെച്ചേ കഞ്ഞി കുടിക്കാൻ പറ്റത്തുള്ളതേ ഉണ്ടല്ലോ. ഞങ്ങളെ പോലുള്ള കുറെ പേര് നിന്നെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അങ്ങനെ ആദ്യത്തെ നമ്മുടെ കുഞ്ഞപ്പന്റെ പരിപാടി കയ്യിൽ നിന്ന് ചീറ്റിപ്പോയി. രണ്ടാമത്തെ ഘട്ടമാണ് ഈ വീഡിയോയിലെ ഹൈലൈറ്റ്. അതായത് നമ്മുടെ ജിംനിക്ക് വേണ്ടി നാസർക്ക്, മുങ്ങൽ വിദഗ്ധനായ നാസർക്ക് ആ കൊട്ടക്കകത്തേക്ക് എടുത്ത് ചാടി മുങ്ങിത്തപ്പി. നമ്മുടെ കുഞ്ഞനാണെങ്കിൽ 9 സെക്കൻഡ് ആയിരുന്നു മുങ്ങിത്തപ്പിയതെങ്കിൽ നമ്മുടെ ഈ നാസർ ഈ പറയുന്ന 16 സെക്കൻഡോളം അങ്ങാണ്ടാണ് ആ ഒരു ടാങ്കിനകത്ത് കിടന്ന് മുങ്ങിത്തപ്പി ഒരു കാർഡുമായിട്ട് മുകളിലേക്ക് വരുന്നു. കാറിനകത്തുള്ള പേരെന്താണ്? ജാസി ബാംഗ്ലൂർ. അത് എന്നാ ഇടപാടാണോ മോനെ, ജാസി ബാംഗ്ലൂർ. അപ്പം ഈ പെട്ടെന്ന് ലൈവ് കാണുന്നവർക്കും എന്നെ പോലുള്ള ആൾക്കാർക്ക് എവിടേക്കായിരിക്കും ചിന്ത പോകുന്നത്? ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ ടിക്കറ്റ് എടുത്തു അല്ലേ, ആ ബാംഗ്ലൂരിൽ അവർക്ക് അടിച്ചു. ആദ്യത്തത് ഇവിടെ വയനാട്ടിലടിച്ചു, രണ്ടാമത്തത് ബാംഗ്ലൂരിലടിച്ചു. അത് കൊള്ളാമല്ലേ? അങ്ങനെ ചിന്തിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടിച്ചതിന് ശേഷം ഇവർ ഈ കാർഡ് എടുത്തിട്ട് നമ്മളെ പോലുള്ള വ്യൂവേഴ്സിന് മുന്നിലേക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു. ആ കാർഡിനകത്ത് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ മൊബൈൽ നമ്പരും പേരും കിടപ്പുണ്ട്. ആ മൊബൈൽ നമ്പറിൽ ഒന്ന് കുത്തിക്കറക്കി വിളിച്ചപ്പോഴത്തേക്കിനാണ് നമുക്ക് മനസ്സിലായത് ആ കാർഡില് കാണിച്ചിട്ടുള്ള ജാസി ബാംഗ്ലൂർ എന്ന് പറഞ്ഞ വ്യക്തി എവിടെ ഉള്ളതാണ്? വയനാട്ടിലുള്ളത്. അപ്പൊ രണ്ടാമത്തത് എവിടെ അടിച്ച്? വയനാട്ടിൽ തന്നെ അടിച്ച്. ഇനി ഇവർക്കിടയിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഈ ഞറുക്കിട്ട ടീമുകളും ഈ രണ്ടാമത്തെ പ്രൈസ് അടിച്ച ഈ വ്യക്തിയും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ വോയിസ് ക്ലിപ്പ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് രണ്ടാമത്തെ കാര്യം പറയാം. അതിനുശേഷം ഈ തട്ടിപ്പിന് തലൈവൻ, ഈ തട്ടിപ്പിന് മെയിനായിട്ട് നിന്നൊരു വ്യക്തിയും ഈ തട്ടിപ്പിൽ ഇവർ കൃത്യമായിട്ട് എത്ര ടിക്കറ്റുകളാണ് വിറ്റതെന്നും എത്ര ടിക്കറ്റാണ് നമുക്ക് മുന്നിലേക്ക് കാണിച്ചതെന്നും എത്ര രൂപയുടെ അഴിമതിയാണ് പബ്ലിക്കായിട്ട് നമ്മുടെ മുന്നിൽ കൂടെ കൊണ്ടു കളഞ്ഞതും എന്ന് വ്യക്തമായി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ആദ്യം ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ആരുടെ? നമ്മുടെ ബാംഗ്ലൂർ ജാസിറിന്റെ. ഹലോ
ജാസറാണോ? അതെ. ജാസർ എവിടെ ഹലോ. സ്ഥലം? ഓ, ആരാണ്? ഞാൻ ഹൈദറാണ്. ഹൈദർ കാസർഗോഡ് നിന്നാണ്. ആ, എന്താ പ്രശ്നം? ജാസർ എവിടെ സ്ഥലം? ഈ ജാസറിന് ഹൈദർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എങ്ങനെ മനസ്സിലായെന്ന് അറിയത്തില്ല. ഹൈദർ എന്ന് പറയുന്നത് ഒരു കോമൺ നെയിം. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഹൈദർ എന്നൊരു പേരുണ്ട്. പെട്ടെന്നൊരു ഹൈദർ എന്ന് കേട്ടപ്പോഴത്തേന് അത് ആ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്ന ഹൈദറാണ്, ബ്ലോഗർ ഹൈദറാണെന്ന് എങ്ങനെ മനസ്സിലായി? കാരണം എന്താ, കോള് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ഈ കോൾ എപ്പോ വേണമെങ്കിലും എനിക്ക് വരാന്ന്. ഇപ്പം ഈ പറയുന്ന ഈ ബാംഗ്ലൂർ ജാസറിന്റെ ഒരു മുങ്ങലുണ്ട്, പെട്ടെന്നൊരു മുങ്ങൽ. ആ മുങ്ങൽ ഒന്ന് കാണാം നമുക്ക് ആദ്യം. ഞാൻ മാനന്തവാടി. ചേറ്റപ്പാലത്താണോ? അതെ. രണ്ടാം സമ്മാനം ജിമ്മി അടിച്ച ജാസറാണോ? അതെ. ജാസർ ബാംഗ്ലൂരിൽ നിന്ന് അഡ്രസ് കൊടുത്തത്. ബാംഗ്ലൂർ ജോലി ഉണ്ടോ? അല്ല, അത് 2 കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ കട ഉണ്ടായിരുന്നു. കടയുണ്ടായിരുന്നോ? ആ, എവിടെ? BTM ലേഔട്ട്. അതെയാ? ഹലോ. ഹലോ, ആ, പറഞ്ഞോ. അതുകൊണ്ടാണോ ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തത്? അതെ, 2 കൂപ്പൺ എടുത്തു. ഒന്ന് മാനന്തവാടി, ഒന്ന് ബാംഗ്ലൂർ. 2 കൊടുത്തു. എന്നിട്ടിപ്പോ ജിമ്മി കിട്ടിയോ? ഇല്ല, ജിമ്മിന് നാളെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. തിങ്കളാഴ്ച. ആ, ആ, വാഹനമായിട്ട് വാങ്ങണോ പൈസ ആയിട്ട് വാങ്ങണോ? എനിക്ക് പൈസ ആയിട്ടാ വേണ്ട. ആ, തട്ടിപ്പിന്റെ ആദ്യത്തെ ഘട്ടം പൈസയായിട്ട് മതി എന്നുള്ളത്. ഒന്നെങ്കിൽ ഇവര് തമ്മിൽ ഒരു ഇടപാടുണ്ട്, നിനക്ക് ഇത്ര ലക്ഷം രൂപ തന്നേക്കാം, ഇത് നിനക്ക് കിട്ടി, നിനക്ക് ഫുൾ എമൗണ്ട് കിട്ടിയെന്ന രീതിയിൽ അങ്ങ് കാണിച്ച് അവസാനിപ്പിച്ചേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗം ഇവൻ തന്നെയാണ്. ഇവൻ ഈ ജിമ്മിയുടെ പൈസ ഇവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിരുന്നു, നോക്കി ഞങ്ങൾ കണ്ടു തോന്നുന്നു. എനിക്ക് റീഡ് ചെയ്ത് തോന്നുന്നു. ഹലോ. ആ, 5 മിനിറ്റ്. എന്റെ ഫോൺ ഓഫാണല്ലോ. ഫോൺ 1% ഉള്ളൂ. ഞാൻ 10 മിനിറ്റ് വിളിക്കാം കേട്ടോ. ആ, പറഞ്ഞോളൂ. ഞാൻ ഫോൺ ഓഫായി പോയി. ഇതാണ് ആ തട്ടിപ്പിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തത് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത ഈ ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന വ്യക്തി വയനാട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗേഴ്സിനെ വിളിച്ചിട്ട് സത്യമായി എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവരെ വിളിച്ച് ചോദിച്ച് കറക്കി കുത്തി കണക്ട് ചെയ്തെടുത്ത് ഒരു മറുപടിയുമായിട്ട് വേണ്ട ഫോൺ ചാർജ് ആകുമ്പോഴത്തേക്കിന് വരുന്നുണ്ട്. എനിക്കറിയാം. ആരാ? ഇതെന്റെ വൈഫിന്റെ ബ്രദർ ആയിരുന്നു. വൈഫിന്റെ ബ്രദർ ആയിരുന്നു? മീൻസ് നിങ്ങൾ വൈഫിനെ ഒഴിവാക്കിയോ? ആ, ഇപ്പൊ സെപ്പറേറ്റ്. വൈറ്റ് ടീഷർട്ട് 2 കൊല്ലായി. വേറൊന്നുമില്ല. എടാ, ഭൂലോക ഉടായിപ്പും തട്ടിപ്പുമായിട്ട് നടക്കുന്നു. ആ ഗ്ലാസ് ടാങ്കിന്റെ അപ്പുറം നിൽക്കുന്ന വൈറ്റ് ടീഷർട്ട് ഇട്ടവൻ ആ ടീഷർട്ട് ഇട്ടവൻ ഇവന്റെ നമ്പർ കറക്കി വിളിച്ചിട്ട് ഹലോ, പരിചയമില്ലാത്ത കണക്ക് ഫോൺ എടുത്തിട്ട് ആർക്ക് കൊടുക്കുന്നു? തൊട്ടപ്പുറം നിൽക്കുന്ന പാണ്ടിക്കാടിന് എടുത്ത് കൊടുക്കുന്നു. ഉള്ള ഏണി മൊത്തം അങ്ങനെ തലയിൽ ഇരിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്നാൽ ഈ ഫോൺ കൊടുക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വെള്ള ടീഷർട്ട് ഇട്ടവൻ, ആ വെള്ള ടീഷർട്ട് ഇട്ടവന്റെ സഹോദരിയുടെ ഭർത്താവിനെയാണ് വിളിച്ചിട്ട് ഫോൺ അങ്ങോട്ട് കൊടുക്കുന്നത്. എന്നാ നിങ്ങൾക്കാണ് ജിമ്നി അടിച്ചതെന്ന്. അയ്യോ എടാ, എന്ത് വിശ്വസനീയമായിട്ടുള്ള കഥകളാണ് നിങ്ങൾ ആവിഷ്കരിച്ചത്. ഇതൊന്നും ആരും അറിയത്തില്ല, കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ? എനിക്കറിയത്തില്ല. കാരണം ഈ സെയിം പ്രോസസ് ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾ എടുക്കുന്ന പ്രോസസ്സ് രണ്ടും സെയിം ആയിരുന്നു. എന്നാൽ ഈ രണ്ടിന്റെ കണക്ഷൻ നിങ്ങളുടെ കുടുംബത്തിലോട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് മാത്രം ചുറ്റിപ്പിടിച്ച് കിണഞ്ഞു വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ, എത്രത്തോളം ജനങ്ങളെ നിങ്ങൾ പറ്റിച്ചത്. ഈ സബ്സ്ക്രൈബേഴ്സ്, അതായത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഉൾപ്പെടെയുള്ള ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള പല യൂട്യൂബർമാരുടെ ഈ വിശ്വസിച്ച് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് നീയൊക്കെ ഏണി വെച്ച് കയറി ഊമ്പിച്ചെന്ന് എനിക്ക് പറയാം ഈ വീഡിയോയ്ക്കകത്ത്. അല്ലെന്ന് നിനക്കൊക്കെ പറയാൻ പറ്റുമോ? അല്ല എന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? പാണ്ടിക്കാട് കുഞ്ഞൻ പല വീഡിയോസ് ഇടുന്നുണ്ട്. വീഡിയോസിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് സഹിതം സാധനം എടുത്തിട്ട് കാണിക്കാമോ? കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കാണിക്കാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഇത്രയധികം ആരോപണങ്ങൾ വരാനായിട്ട് നിങ്ങൾ കാത്തു നിൽക്കത്തില്ല. അതിനു മുമ്പേ നിങ്ങളുടെ കയ്യിലുള്ള സത്യസന്ധത എന്താണെന്ന് കാണിച്ച് നിങ്ങൾ കൈ കഴുകി വിട്ടേരാം. ആ ടാങ്കിന്റെ തൊട്ടപ്പുറം നിൽക്കുന്ന വെള്ള ടീഷർട്ട് ഇട്ടവന്റെ അളിയന് 2ാമത്തെ സമ്മാനം. ആദ്യത്തെ സമ്മാനം ആർക്ക്? ഈ വീട് വിറ്റവന്റെ മോന്റെ കൂട്ടുകാരന്റെ പേരില്. 3ാമത്തെ സമ്മാനം ആർക്കാ? തൊട്ടപ്പുറത്ത് ഒരു കോട്ടിട്ടോണ്ട് നിൽക്കുന്ന അവന് ബുള്ളറ്റ്. എന്തുവാടാ ഇത്? നിനക്കൊക്കെ കുടുംബക്കാർക്ക് അറിയാവുന്നവർ കൊടുക്കാനാണ്. എന്തിനാ ഇതുപോലൊരു കലാപരിപാടി നടത്തിയത്? പിന്നെ അടുത്ത കാര്യം, ഈ വീട് വിൽക്കാൻ പോകുന്നവന്മാരൊന്നും ഇമാതിരി പരിപാടിയായിട്ട് മേലെ ഇറങ്ങല്. ഇതുപോലൊരു പരിപാടിയായിട്ട് ഈ കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നശിപ്പിക്കും പറഞ്ഞാൽ നാറ്റിക്കും. പൊതുസമൂഹത്തിന്റെ മുന്നിലിട്ട് നാറ്റിക്കും. ഇതിലും ഭേദം നീയൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും സ്ഥലത്ത് വരുന്ന ഭിക്ഷാടനം എടുക്ക്, അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ ഈ നാട്ടുകാർ തിന്നാനുള്ള പൈസ പിടിച്ചെടുത്തിട്ട് നീയൊക്കെ തിന്നാനായിട്ടിരിക്കട്ടെ. വെറും വട്ടിപ്പലിശക്കാരെക്കാട്ടിലും കഷ്ടമായിട്ട് പോകാതെ, നാണം കെട്ട് ജീവിക്കാതിരിക്കും. ഇനി ഈ പരിപാടിയിൽ മെയിനായിട്ട് ഇതിന്റെ ഒരു തലൈവനുണ്ട്. ആ തലൈവന്റെ കാര്യത്തിന് മുമ്പേ ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് കേൾപ്പിക്കാം. അതായത് ഈ ടിക്കറ്റ് എടുത്ത്
പണി കിട്ടി, അതായത് ഒട്ടും വയ്യാത്ത ഒരു സ്ട്രോക്ക് വന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ക്ലിപ്പും ഏതാണ്ട് 150-ലേറെ ആൾക്കാർ, ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി, അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന് കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഈ കംപ്ലൈന്റിന്റെ വ്യാപ്തി വലുതായതുകൊണ്ട് ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. കാരണം ഇത് കേരളത്തിലോ ഈ പറയുന്ന കർണാടകയിലോ മാത്രമല്ല, ഇന്റർനാഷണൽ ലെവലിൽ ടിക്കറ്റ് ഇവർ സെല് ചെയ്തിട്ടുണ്ട്. അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന ഹൈദർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജിനകത്ത് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. ടിക്കറ്റുകളാണ് ഇവർ വിറ്റത്. എന്നിട്ട് നമുക്ക് മുന്നിലേക്ക് കാണിച്ചത് ഈ 8600 എന്നാണ് ഈ സ്റ്റോറി കിടക്കുന്നത്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ഈ വീട് വിൽക്കുന്ന വ്യക്തി കൃത്യമായിട്ട് പറയുന്നുണ്ട് ടിക്കറ്റുകളാണ് വിറ്റതെന്ന്. ഈ 2000 ടിക്കറ്റ് 1000 രൂപ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, 20,000 ടിക്കറ്റ് 1000 രൂപ വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോടി രൂപയാവുമാര് അടിച്ചെടുക്കുന്നത്. അതിനകത്ത് ഇവരുടെ ഉദ്ദേശപ്രകാരം ഇവർ കൊടുക്കാൻ പോകുന്ന എത്ര? 83 ലക്ഷം രൂപ. ബാക്കി 1 കോടി സംതിങ് രൂപ ഇവന്മാരെല്ലാം കൂടെ പിരിച്ച്, ആ ടാങ്കിന് ചുറ്റും വട്ടത്തിൽ നിൽക്കുന്നവന്മാരും ഇതിനുവേണ്ടി താങ്ങി തൂങ്ങി നിന്നവന്മാരെല്ലാം കൂടെ പിരിച്ചെടുത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പരിപാടി. ഓക്കെ, അതാണ്ട് ഇതിന് ചുക്കാൻ പിടിച്ച ഇതിന്റെ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതും ഈ സ്റ്റോറി ഇതുപോലെ തന്നെ കാണിക്കുന്നതാണ്. ലോട്ടറിയുടെ ആസൂത്രകൻ, എല്ലാത്തിന്റെയും പിന്നിലെ ലെവൻ, കൊട്ടേഷൻ മുതൽ വീട് റോബറി വരെ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ, അതായത് വിത്ത് പ്രൂഫ് കണക്റ്റഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ടിക്കറ്റ് എടുത്ത വ്യക്തിയുടെ ഒരു പാരാദൂരോടെ കേട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാം. കാരണം ഇത് മൊത്തമായിട്ട് ഉടായ്പാണ്, മൊത്തമായിട്ട് ഫ്ലോപ്പാണ്. ഇത് ഒരു അർത്ഥമില്ലാത്ത സാധനം, ഒരു ലീഗൽ അല്ലാത്ത സാധനം, പൊതുജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണെന്ന് ഇതിനേടകം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു വീഡിയോ എന്തായാലും വരുന്നുണ്ട്. ഗൾഫിൽ നിന്ന് സ്റ്റോക്ക് വന്നിട്ട് വന്ന ഇപ്പം 5 മാസമായി ഇപ്പോൾ ചികിത്സിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെ കുറിച്ച് പ്രയാസമാണ്. സഹായം ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല. എന്താ ചെയ്യുക സാർ? ഇപ്പോൾ അതിനെന്തൊരു സഹായം കിട്ടുമോ സാർ? പൈസയും പോയി ചീറ്റിങ് ചെയ്ത് എന്താ ചെയ്യാം? ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ കുറച്ച് നല്ല ഹെൽപ്പ് വേണം. വണ്ടി കയറുന്നു സ്റ്റോക്ക് വന്നുകൊണ്ട്. സാർ സാർ പിന്നെ എൻ്റെ അവസ്ഥ ഇതുകൊണ്ടാണ് സാർ. ഇപ്പോൾ സ്റ്റോക്ക് ഒന്നും ഇവിടെ നടക്കാനോ പോകാനോ പിടിക്കാനൊന്നും ആവില്ല സാർ. ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. സാർ ഞാൻ മാഹി പെരിങ്ങാടിയാണ് സാർ. സാർ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഞാൻ സാറിൻ്റെ കോപ്പി അയച്ചുതരാം. ഞാൻ ഇത് എടുത്തതിൻ്റെ ക്ലാസ് ഞാൻ അയച്ചുതരാം. ഇപ്പോൾ ഞാൻ സുഖമില്ലാണ്ട് പുറത്തു പോകാനൊന്നും കഴിയില്ല. ഞാനിപ്പോൾ ചികിത്സിക്കുകയാണ്, ഫിസിയോതെറാപ്പി. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി ഞാൻ പോക്കില്ല. ഗൾഫിൽ നിന്ന് 5-7-8 മാസമായി. നല്ല ജോലിയെല്ലാം മുഴുവായി എത്തിച്ചു വന്നു സാർ. ഞാൻ യൂട്യൂബ് കണ്ടതായത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൂക്കം എടുത്തത്. നല്ല ഭാഗത്ത് അയാളെ സാധാ മുടിവെട്ട് നാസർക്കയുടെ അങ്ങനെയാണ് ഞാൻ എടുത്തത്. ചീറ്റ് ചെയ്യണം, എന്താ ചെയ്യുക? ഇത് നമ്മുടെ ശ്രീജിത്ത് പെരുമ്പറ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് കിടന്ന ഒരു വോയിസ് ആണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ പറയുന്ന 150-ഓളം ആൾക്കാർ കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ഇതിനു വേണ്ടി കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന മെയിലിനകത്ത് വിത്ത് ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിന് കംപ്ലൈന്റ്സും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇത് ലീഗലായിട്ട് തന്നെ നമ്മുടെ നാട്ടിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കർണാടകയിൽ ചെയ്യാനുള്ള ഇവരുടെ ആ ഒരു ബോധം ഉണ്ടല്ലോ, ഈ പേടി ഇവർക്ക് കൃത്യമായിട്ടുണ്ട്. ഇത് കുത്തിപ്പൊക്കി എടുത്ത് വരുമെന്ന്. അതുകൊണ്ട് തന്നെ ഇവന്മാർ കർണാടകയെ കൊണ്ട് ഈ കള്ളത്തരം കാണിക്കാനും കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ഈ ടിക്കറ്റ് മേടിപ്പിക്കാനും. പക്ഷെ ഇവന്മാർക്ക് അറിയത്തില്ല, ഇവിടെ മേടിച്ച ഇവിടെ ഇട്ട് വിറ്റ് കഴിഞ്ഞ് ഇവിടെ ഇട്ട് ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ പണി ഇവിടെ തന്നെ വീഴും എന്നുള്ള കാര്യം. പണി നല്ല അസല് പണി വരുന്നുണ്ട്. ഈ ചെയ്തവന്മാർക്കും നിന്നവന്മാർക്കും പാണ്ഡ്യ ആയാലും പാണ്ടാത്തവനാണെങ്കിൽ എല്ലാത്തിനും വരുന്നുണ്ട്.